ഇന്നലെ ഞാൻ ഓ ഫോർ ഓപ്റ്റിമിസ്റ്റിക്കാണ് എൻ്റെ ഓഫീസിൽ പോകാൻ നേരത്തുള്ള പതിവ് സംസാരം എന്ന് തന്നെ പറയാം. ഇന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്ന് P4 പങ്ക്ച്വാലിറ്റി നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന് പിന്നിലുള്ള ഒരു സംഭവമാണ് പങ്ക്ച്വാലിറ്റി. നമുക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാ മേഖലയും നമുക്ക് കൈയടക്കാം. എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെൻറ്റും എല്ലാം വെക്കണം. നമുക്ക് ഇന്ന സമയത്ത് ഓഫീസിൽ പോകണം, ഇന്ന സമയത്ത് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഉറക്കം എണീക്കണം. എല്ലാത്തിനും ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനൊരു ഇടയ്ക്കൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഈവൻ ഈ റോഡിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് പോലും മെയിൻ കാരണം ആ പങ്ക്ച്വാലിറ്റി കുറവാണ്. ആ സമയത്ത് പോകാൻ സമയത്ത് തിരക്കിട്ട് സ്കൂട്ടറായാലും കാറായാലും ഹോണടിച്ച് കൊണ്ടുപോവുക പലതും നിത്യേന കാണുന്നൊരു സംഭവമാണ്. ചെന്ന് അപകടത്തിൽപ്പെടുക, അതോടുകൂടി അവരുടെ കാര്യം ക്ലോസ്. പിന്നെ പങ്ക്ച്വാലിറ്റിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതിനേക്കാളും നമ്മൾ കൊച്ചു കുട്ടികളാവുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കണം. സ്കൂളിൽ പോകാനുള്ള അവരുടെ ബുക്ക്, അവരുടെ യൂണിഫോം, അവരുടെ ഷൂസൊക്കെ തലേ ദിവസം തന്നെ എടുത്ത് വയ്ക്കുമ്പോൾ ആ കറക്റ്റ് സമയത്ത് രാവിലെ അവരുടെ സ്കൂൾ ബസ് വരുന്ന മുമ്പേ അവർക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ശീലം എനിക്കൊക്കെ കൊച്ചിലെ ഉണ്ടോയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ശീലങ്ങളോ, കുറച്ച് നല്ല ശീലം, കുറച്ച് ചീത്ത ശീലം എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികളെ പണ്ട് എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുള്ള പോലെ തന്നെ അവരെ ഒരു കൃത്യനിഷ്ഠ ഔദ്യോഗിക ജീവിതത്തിലായാലും നമ്മളൊരാളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരോട് അരമണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്താലും നമ്മൾ പോവില്ല. ചില ആളുകളുടെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും ഒരു ഇന്ന സമയത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കുക. നമ്മൾ ആരോടെങ്കിലും കാശ് വാങ്ങിച്ചിട്ട് ഇന്ന സമയത്ത് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൊടുക്കുക. അങ്ങനെ ഉള്ള എല്ലാത്തിനുമുള്ള പങ്ക്ച്വാലിറ്റിയാണ് ഞാനീ പറയുന്നത്. ജീവിതത്തിലൊരു പങ്ക്ച്വാലിറ്റി കൊണ്ടുവരാൻ ട്രൈ ചെയ്താൽ എന്നും പറയും പോലെ ജീവിതം അടിപൊളിയാക്കാം.